സുഹൃത്തുക്കളെ, അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എത്ര പേരാണ് ഓരോ ജില്ലയിലും കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ജില്ലയായിട്ട് നമുക്കത് പരിശോധിക്കാം. തിരുവനന്തപുരം ജില്ലയിൽ എടുക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ടോട്ടൽ 20,489 പേരാണ് കൺഫർമേഷൻ നൽകിയിരിക്കുന്നത്. 20,489 പേർ. അത് കഴിഞ്ഞ് കൊല്ലം ജില്ല നോക്കുന്ന സമയത്ത് കൊല്ലം ജില്ലയിൽ 11,141 പേരാണ് കൺഫർമേഷൻ നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ 6,828 പേർ കൺഫർമേഷൻ നൽകി. അടുത്ത ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ 7,944 പേർ കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്. കോട്ടയത്ത് 7,500 പേരാണ് കൺഫർമേഷൻ നൽകിയത്. ഇടുക്കിയിൽ 8,317 പേരാണ്. എറണാകുളം 14,024 പേര്. തൃശ്ശൂർ 8,151 പേർ. പാലക്കാട് 12,840 പേർ. മലപ്പുറം 11,229 പേരാണ്. കോഴിക്കോട് ജില്ലയിൽ 12,463 പേര് ആണ് ഈ കൺഫർമേഷൻ നൽകിയിരിക്കുന്നത്. വയനാട് നോക്കുകയാണെങ്കിൽ വയനാട് 5,219 പേര്. എനിക്ക് തോന്നുന്നത് വയനാടും കാസർഗോഡുമാണ് ഏറ്റവും കുറവ് കൺഫർമേഷൻ നൽകിയിരിക്കുന്നത്. അപ്പം വയനാട് 5,219 പേരാണ്. കണ്ണൂർ 8,848 പേർ. കാസർഗോഡ് 5,140. അപ്പോൾ ഏറ്റവും കുറവ് കൺഫർമേഷൻ നൽകിയിരിക്കുന്ന ജില്ല അപേക്ഷകരുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. 5,190. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിൽ എത്ര ആളുകളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്? ഏകദേശം 20,000-ഓളം പേര്. 20,459 പേരാണ് തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിക്ക് പഠിക്കുക. എന്തായാലും ആളുകൾ കുറഞ്ഞ ജില്ലകളിലൊക്കെ നല്ല രീതിക്ക് ആളുകൾ വർക്ക് ചെയ്യുക. കാരണം കോമ്പറ്റീഷൻ കുറവായിരിക്കും. എന്നാലും ഈ 5,000 ഒക്കെ ഉണ്ടെങ്കിലും ഈ 5,000-ൽ ചിലപ്പോൾ ഒരു 1,000 ആളുകളായിരിക്കും ഈ എക്സൈസിന് പഠിക്കുന്നത്. എക്സൈസിന് വളരെ ഒഴിവ് കുറഞ്ഞ തസ്തിക ആയതുകൊണ്ട് തന്നെ നല്ല മാർക്ക് എടുക്കാതെ ഒരിക്കലും ഒരു ജോലിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.